ഹായ്, ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധാസായിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് നമ്മൾ കപ്പിൾ കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസിനെ പറ്റിയാണ്, ഇൻഫിഡിലിറ്റി. അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ റിലേഷൻഷിപ്പ് കൂടാതെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇമോഷണലിയോ റൊമാൻറ്റിക്കലിയോ അല്ലെങ്കിൽ സെക്ഷലിയോ ഇടപെടുന്നതിനെയാണ് നമ്മൾ ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇൻഫിഡിലിറ്റിയുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിൽ ഏർപ്പെടുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറിനും ഒരുപാട് തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. ഇൻഫിഡിലിറ്റിയുടെ കടന്നുപോയവർക്ക് പക്ഷേ ഇത് ചെയ്ത ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ബുദ്ധിമുട്ട് വരും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അവർക്ക് ഗിൽറ്റ്, ഷെയിം അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഫേസ് ചെയ്യാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ എപ്പോഴും ബാധിക്കപ്പെടുന്നത് ആ പാർട്ട്ണർ തന്നെ ആയിരിക്കും. കാരണം അയാൾക്ക് ഒരു വിശ്വാസമാണ് ബ്രേക്ക് ആവുന്നത്. അതോടുകൂടി PTSD, ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പാർട്ട്ണറിന് ഉണ്ടാകാറുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഈ ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് സൈക്കോളജിക്കലി നോക്കുമ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകളെല്ലാം ഇൻഫിഡിലിറ്റി ആണോ? അല്ല. നമ്മളൊരു കമ്മിറ്റ്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവരോട് ക്ലിയർ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്വഭാവം പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ആവേണ്ടത്. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കമ്മിറ്റഡ് ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ പറയുകയാണ് എനിക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനാണ് താല്പര്യം എന്ന് പറയുകയും നിങ്ങളുടെ പാർട്ട്ണറിനെ യാതൊരു തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാതെ അവരതിന് വില്ലിംഗ് ആണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം കേസുകളിൽ കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇൻഫിഡിലിറ്റി ഉണ്ടാകുന്നത്. അത് വളരെയധികം ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പാർട്ട്ണറിന് നൽകുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇത് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ കപ്പിൾ കൗൺസിലിംഗിന് വരുമ്പോൾ മിക്കവരും പറയുന്ന ഒരു വിഷമമാണ്, അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷമമാണ്. അതായത് അവരുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു ഇൻഫിഡിലിറ്റിയിൽ ഏർപ്പെട്ടതിന് അവരാണോ കാരണം, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണോ പാർട്ട്ണർ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഒറ്റ റീസൺ കൊണ്ടായിരിക്കാം ഇത് ചെയ്തത് എന്നുള്ള നിലയിൽ ആളുകൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോഴത്തേന് അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ അതിലെ കമന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും പൊതുവെ പറയുന്നത് മെയില് ചീറ്റ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടും അല്ലെങ്കിൽ ഫീമെയിൽസ് ചീറ്റ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നുള്ള നിലയിലാണ്. പക്ഷെ റിയാലിറ്റി അങ്ങനെയല്ല. പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഇൻഫിഡിലിറ്റിയിൽ ഏർപ്പെടാം. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, ആ റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല ആളുകൾ ഇൻഫിഡിലിറ്റിയിൽ ഏർപ്പെടുന്നത് എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രൗൺസിന്റെ റിസർച്ചില് എന്താണ് ഇൻഫിഡിലിറ്റിക്കുള്ള 5 റീസൺസ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ്, രണ്ടെന്ന് പറയുന്നത് ഇന്റിമസി അവോയ്ഡൻസ്, 3 സെക്ഷൽ അഡിക്ഷൻ, 4 ഔട്ട് ഓഫ് ദി ഡോർ, 5 എംപ്റ്റിനെസ്. ഇങ്ങനെ 5 റീസൺസ് ആണ് ബ്രൗൺസ് പറയുന്നത് ഇൻഫിഡിലിറ്റിക്ക് കാരണമാകാൻ സാധ്യതയുള്ള 5 റീസൺ. അപ്പൊ ആദ്യത്തേത് കോൺഫ്ലിക്റ്റ് അവോയ്ഡന്റ് അഫയേഴ്സ് ആണ്. അതായത് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പുറമേന്ന് കാണുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും. അവർക്ക് തന്നെ തോന്നുക ഇവർ തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്നാണ്. വളരെയധികം സന്തുഷ്ടമായിട്ട് തന്നെയായിരിക്കും അവർ പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഒരു പാർട്ണർ പെട്ടെന്ന് ചീറ്റ് ചെയ്യും. മറ്റേ ആൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുകയും, കാര്യം അവർ നോക്കുമ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരിക്കും അവരുടെ വിചാരം. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് ചോദിച്ചാല് ഇതൊരു നമ്മുടെ ഒരു അപ്ബ്രിംഗിങ്ങിന്റെ പ്രശ്നമാണ്. അതായത് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പീസ് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഇവർ പറയില്ല. അതിന് കാരണം പ്രധാനമായിട്ടും ക്രിറ്റിസിസംസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ചിട്ട് പോകുമോ, ഇവർക്ക് തന്നോടുള്ള സ്നേഹം കുറയുമോ എന്നുള്ള പേടിയായിരിക്കാം. അപ്പൊ ഈ ഫ്രസ്ട്രേഷൻസ് ഇവർക്ക് ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയും വളരെ ഷോർട്ട് ആയിട്ടുള്ള അധികം ഇമോഷണൽ കണക്ഷൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പുകളിലേക്ക് ഇവർ പോവുകയും ചെയ്യും. അവർക്ക് ഈ പാർട്ട്ണറെ ചീറ്റ് ചെയ്യണമെന്നില്ല, ഇവരെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റൊരാൾക്ക് കൊടുക്കണമെന്നില്ല. പക്ഷേ ഇവർ ആ ഒരു മൊമെന്റിൽ ഇവർ ചെയ്തു പോകും. അവർക്ക് കിട്ടുന്ന അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കും മിക്കപ്പോഴും ഇവർ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇവർ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയും അവരെന്തിനാണോ ആദ്യം ഭയന്നത്, അതായത് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇവരുടെ ആദ്യ ഭയം. ആ ഭയം തന്നെ നടക്കുകയും ചെയ്യും. ഇവർ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. കോൺഫ്ലിക്റ്റ് അവോയ്ഡന്റ് റിലേഷൻഷിപ്പ് യൂഷ്വലി കാണുന്നത് 20കളിലും 30കളിലുമുള്ള പാർട്ട്നേഴ്സിനിടയിലായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ താല്പര്യം തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ എൻഗേജ്ഡ് ആവുന്ന, അതായത് റിലേഷൻഷിപ്പിൽ ആകുന്ന വ്യക്തി, ഈ പാർട്ട്ണർ അല്ലാതെ മറ്റേ വ്യക്തി എന്ന് പറയുന്ന ആളോട് ഇവർക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാകില്ല.
ഒന്നുകിൽ ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോഴോ ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, ജസ്റ്റ് ഒന്ന് ഒരു അറ്റൻഷൻ എടുക്കുക, അത്രയൊക്കെ മാത്രമേ ഇവർക്ക് ലക്ഷ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒറിജിനൽ പാർട്ട്ണറുമായിട്ട് ഇവർക്ക് നല്ല സ്നേഹം ഉണ്ടായിരിക്കും. അവരെ ലോസ് ചെയ്യാൻ ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. യൂഷ്വലി ഇതിനൊരു ട്രിഗർ ഉണ്ടാകും, അതായത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോകുന്നതിന് ഒരു ട്രിഗർ ഉണ്ടാകും. അതൊന്നെങ്കിൽ പാർട്ട്ണർ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റഡ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാരന്റ്സിന്റെ റോൾസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തിരക്കുകൾ വരുമ്പോൾ ഇവർക്ക് അറ്റൻഷൻ കുറയുമ്പോഴത്തേന് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഇവർ തന്നെ വന്നിരുന്നിട്ട് സകല ഗിൽറ്റും അവർ തന്നെ എടുക്കുകയും, അതായത് ഒരു പാർട്ട്ണറുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് അഡ്രസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാൽ ആക്ച്വലി ഇവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രധാനമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ബുദ്ധിമുട്ടുകൾ പരസ്പരം സംസാരിക്കാൻ, ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഈ ചീറ്റ് ചെയ്ത പാർട്ട്ണർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അയാൾക്ക് അയാളുടെ പ്രോബ്ലംസോ അല്ലെങ്കിൽ അയാളുടെ ഫ്രസ്ട്രേഷൻസോ തുറന്ന് പറയാനൊരു മടി ഉണ്ടായിരിക്കും. എപ്പോഴും പാർട്ട്ണറിനെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ ടാർഗറ്റ്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ ഒട്ടും സംസാരിക്കാതെ വരികയും, അഗൈൻ ഈ പാർട്ട്ണർ ഇതൊന്നും അറിയാണ്ട് ഇയാൾ ഒരുപാട് സ്നേഹിക്കുകയാണെന്ന് വിചാരിച്ച് നിൽക്കുകയും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരികയും ചെയ്യും. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള റീസൺസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫിഡിലിറ്റി വളരെ പെട്ടെന്ന് സോൾവ് ആവുകയും അവർ തമ്മിൽ വീണ്ടും അതേപോലത്തെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇൻഫിഡിലിറ്റിക്ക് കാരണമാകുന്ന മറ്റൊരു റീസൺ ആണ് ഇന്റിമസി അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കണം എന്നായിരിക്കും. പക്ഷെ ചിലർക്ക് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കാൻ ഭയമാണ്. അതായത് ഇവർ വിചാരിക്കുന്നത് ഒരാളുമായിട്ട്, പ്രത്യേകിച്ച് ഇവരുടെ പൊട്ടൻഷ്യൽ പാർട്ട്ണറുമായിട്ട് ഇന്റിമേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവരുടെ കൺട്രോൾ പോകുമോ, ഭയങ്കരമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ആസ്വദിക്കാൻ പറ്റാണ്ടാകുമോ എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലവിലുള്ള പാർട്ട്ണറോട് ഇവർ ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻസും കാണിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ പുറത്തുനിന്ന്, അതായത് പ്രത്യേകിച്ച് ഇമോഷണൽ കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകളുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ ചതിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്റിമസി അവോയ്ഡൻസ് കാരണം ഇൻഫിഡിലിറ്റിയിൽ ഏർപ്പെടുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവർ പാർട്ട്ണറിനെ വല്ലാണ്ട് അബ്യൂസ് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് ഇമോഷണലി ഒരു അബ്യൂസ് പാർട്ട്ണർ അനുഭവിക്കുന്നുണ്ടാവും. ഇവർക്ക് ഒരു ഭയമായിരിക്കാം, നിങ്ങൾ ലേൺഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് കൊണ്ടായിരിക്കാം എന്നാണ് ബ്രൗൺ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് തന്നെ ആയാലും ഇവരുടെ പാർട്ട്ണർക്ക് കിട്ടേണ്ട നീഡ്സ്, അതായത് ഇവരുടെ ഇമോഷണൽ നീഡ്സ് അൺമെറ്റഡ് ആണ്. അപ്പൊ അതിനുശേഷം നമ്മളൊരു സെഷനിലൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും ഇവർക്ക് ചിലപ്പോൾ പാർട്ട്ണറിന്റെ നീഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇവർക്കൊരു ഭയം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഇവരുടെ കൺട്രോള് മറ്റൊരാളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇമോഷണലി ഒരാളിൽ ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇന്റർഡിപെൻഡൻസ് എന്ന സാധനം ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവർ ചിന്തിക്കുന്നത് ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ട്ണർ ഒത്തിരി ഈ റിലേഷൻഷിപ്പിൽ സഫർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ടൈപ്പ് സെക്ഷൽ അഡിക്ഷൻ ആണ്. ഇൻഫിഡിലിറ്റിക്ക് കാരണമാകുന്ന സെക്ഷൽ അഡിക്ഷൻ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവർ സെക്സിനോട് വളരെ അഡിക്റ്റഡ് ആയിരിക്കും. അതായത് നിലവിൽ ഇവർക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ആ ഒബ്സഷൻസ്, പുറമേലുള്ള പാർട്ട്നേഴ്സിനോട് പോയിട്ട് സെക്സ് ചെയ്യാനുള്ള ഒബ്സഷൻസ്, സെക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചാറ്റിംഗ് ആയിരിക്കാം, പോർണോഗ്രഫി ആയിരിക്കാം, ഇങ്ങനെ മറ്റുള്ള പ്രവണതകൾ ഇവർക്ക് വളരെ കൂടുതലായിരിക്കാം. ഇവർക്ക് ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ പാർട്ട്ണർ, അതായത് ഇത്തരത്തിലുള്ള ഒരു ബിട്രയൽ അനുഭവിക്കുന്ന പാർട്ട്ണർക്ക് രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. ഒന്ന്, ഇവർ ചീറ്റ് ചെയ്തതിന്റെ ബുദ്ധിമുട്ട്. രണ്ടെന്ന് വെച്ചാൽ നമ്മൾ സെഷൻസിൽ വരുമ്പോഴാണെങ്കിൽ ഇവർക്ക് നിലവിലുള്ള പാർട്ട്ണറിനെ ലോസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഈ പാർട്ട്ണറിന് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇയാൾ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നുകൊണ്ട് പിന്നെ ഇവർക്ക് തന്നെ വേണമെന്നും പറയും. രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. യൂഷ്വലി ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഒരു സീസണിലായിട്ട് ഇവർ ഈ റിലേഷൻഷിപ്പ് നിർത്തിവെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാറുണ്ട്. അതായത് കുറച്ചൊരു ബ്രേക്ക് ഒക്കെ എടുക്കും. അതിനുശേഷം വീണ്ടും ഇവരുടെ ആ ഒരു ഒബ്സഷൻസ് വരികയും ഇവർ ഈ ഒരു ബിഹേവിയർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. കറക്റ്റ് ഒരു അഡിക്ഷൻ തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർക്ക് സെക്സിനോട് വളരെയധികം അഡിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാ തരത്തിലുള്ള അഡിക്ഷൻ പോലെ ഇവർക്ക് ഈ ബിഹേവിയറിനെ ഓർത്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇവരുടെ പാർട്ട്നേഴ്സിനോട് പറയാനുള്ളത് ഇതൊരു കമ്പൾസീവ് ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പൊ അവരതിന് വില്ലിങ് അല്ല എങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് രണ്ടു തരത്തിലുള്ള ഇമോഷൻസും കൂടി അനുഭവിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കും തന്നെയായിരിക്കും നല്ലത്. ബ്രൗൺസിന്റെ തിയറിയിലെ നാലാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫിഡിലിറ്റിക്ക് കാരണമാകുന്ന ഒന്നാണ് എംപ്റ്റി നെസ്റ്റ്. പത്മ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. പത്മ എന്ന സിനിമയുടെ ഒരു പ്ലോട്ട് തന്നെ കുട്ടി ഒരു പഠനത്തിന്റെ ആവശ്യമായിട്ട് പോകുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടുന്നത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് എംപ്റ്റി നെസ്റ്റും. ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞ കുട്ടികളാണ്. അതായത് കുട്ടികൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ ദൂരേക്ക് പോകുമ്പോൾ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസിനാണ് പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫിഡിലിറ്റി കാണുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന് പരസ്പരം സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് വിഷയങ്ങൾ ഇല്ലാതെ വരും. അതുപോലെ തന്നെ പാർട്ട്ണറിനെ മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റാണ്ട് വരും, അല്ലെങ്കിൽ
തോന്നും ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, എന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് പാർട്ട്ണർക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ ആ എംപ്റ്റി നെസ്റ്റ് എന്നൊരു അവസ്ഥയിലാണ് ഈ ഒരു തരത്തിലുള്ള ഇൻഫിഡിലിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പുതിയൊരു പാർട്ട്ണറിനെ കണ്ടെത്തുകയും അവരോട് ഇമോഷണലി കണക്റ്റഡ് ആകുകയുമാണ് ചെയ്യുന്നത്. ഇമോഷണലി മാത്രമല്ല, ചില സെക്ഷലി കണക്റ്റഡ് ആകാറുണ്ട്. അപ്പോൾ എംപ്റ്റി നെസ്റ്റ് എന്ന അവസ്ഥയിലാണ് ഒരു ഇൻഫിഡിലിറ്റിയിലേക്ക് ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഒരു സെഷനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് പ്രീവിയസ്ലി നിങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഒന്നും കൂടി ജീവിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയേക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പൊതുവെ പാർട്ട്നേഴ്സിനെ കുട്ടികൾ പോകുമ്പോൾ സംസാരിക്കാൻ ടോപ്പിക് ഇല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം ആണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബ്രൗൺസിന്റെ ടൈപ്പ് ഓഫ് അഫയേഴ്സിൽ ലാസ്റ്റ് വരുന്നത് ഔട്ട് ഓഫ് ദി ഡോർ എന്നുള്ളതാണ്. എന്താണ് ഔട്ട് ഓഫ് ദി ഡോർ? പേര് പോലെ തന്നെയാണ്, അവർ ആക്ച്വലി വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞു. അതായത് അവർക്ക് അഫയർ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ മാത്രമാണ്. നിങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണെങ്കിൽ, സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവർ അതിന് റെഡിയല്ല. അവർക്ക് ആ റിലേഷൻഷിപ്പ് എല്ലാം കൊണ്ടും മടുത്തിട്ടുണ്ട്, അവർക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പിന് പുറത്തോട്ട് പോകാനായിട്ട് ഒരു സ്ട്രോങ് റീസൺ വേണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അവർ വേണമെങ്കിൽ തെളിവുകളൊക്കെ കൊണ്ടിട്ട് തരും, നിങ്ങൾക്ക് തന്നെ ഇൻഫിഡിലിറ്റി നടക്കുന്നുണ്ടെന്ന് അവർ കാണിച്ചു തരും. കാരണം അവർക്ക് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഇവിടുത്തെ റീസൺ. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു എഫേർട്ടും ഇടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരാൾക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒരുപാടാണ്. പക്ഷെ ആ എഫേർട്ട് ഒരിക്കലും മറ്റേ ആൾ വാല്യൂ ചെയ്യണമെന്നില്ല. അവർ ബിട്രയൽ എന്ന് പറയുന്നത് വലിയ റീസൺ ആയിട്ട് പോലും കണക്കാക്കണമെന്നുമില്ല. അപ്പോൾ ഒരു ബന്ധം, അത് ഏത് തരത്തിലുള്ള ബന്ധവുമാകട്ടെ, രണ്ടുപേർ തമ്മിലാണെങ്കിൽ രണ്ടുപേർക്കും അത് നിൽക്കാൻ താല്പര്യമുണ്ടാകണം. താല്പര്യമില്ലാത്തവരെ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യവും നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൻഫിഡിലിറ്റിക്ക് പല റീസൺസും ഉണ്ടായിരിക്കാം, പല ടൈപ്പ് ഓഫ് അഫയേഴ്സ് ഉണ്ടായിരിക്കാം, കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന തരത്തിൽ ഒരിക്കലും എടുക്കാതിരിക്കുക. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇൻഫിഡിലിറ്റി ചെയ്യുന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ പാർട്ട്ണറിനും പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ കൂടാനാണ് സാധ്യത. എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതാണ് അത്തരം സാഹചര്യത്തിൽ വളരെയധികം ഉത്തമമായിരിക്കുക.